എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പുമായിട്ടാണ്. നമുക്ക് ഇപ്പോൾ എന്തൊക്കെ ചെയ്താലും കൊതുകിൻ്റെ ശല്യം ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ സമയത്ത് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പുകയൊക്കെ ശ്വസിച്ചിട്ട് നമുക്കും കൂടി ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. ആസ്മ, അലർജി, അതുപോലെ തലവേദന, ഇങ്ങനെ പലർക്കും പല രീതിയിലാണ് ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ ഇഫക്ട്സ് ഉണ്ടാവുന്നത്. അപ്പോൾ സൈഡ് ഇഫക്റ്റ് ഒന്നുമില്ലാത്ത രീതിയിൽ കൊതുകിനെ ഓടിക്കാനുള്ള ഒരു ഈസി ആയിട്ടുള്ള മാർഗ്ഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കാപ്പിപ്പൊടിയാണ് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. നല്ല ഉണങ്ങിയ കാപ്പിപ്പൊടി ആയിരിക്കണം. അതായത് ചിലപ്പോൾ നനവൊക്കെ ഉള്ളതാണെങ്കിൽ ഇത് നിങ്ങളൊന്ന് ഡ്രൈ ആക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇതുപോലൊരു പഴയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ കാപ്പിപ്പൊടീനെ ഇങ്ങനെ നീളത്തിൽ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇത് നല്ല പുതിയ കാപ്പിപ്പൊടിയാണ്, നല്ല സ്മെല്ലുള്ള കാപ്പിപ്പൊടിയാണ് നമുക്കിതിന് യൂസ് ചെയ്യേണ്ടത്. ഫിൽറ്റർ കോഫി പൗഡറൊക്കെ ഇല്ലേ, നമ്മൾ സാധാരണ കോഫി പൗഡർ അല്ലാതെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇതിന് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കർപ്പൂരമാണ്. കർപ്പൂരം നമുക്ക് ഏത് സൂപ്പർ മാർക്കറ്റിൽ, അതുപോലെ പൂജാ സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഷോപ്പിൽ എവിടെയും പെട്ടെന്ന് തന്നെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതൊന്നുമില്ല. ഒരു 10 രൂപ കൊടുത്താൽ ഒരു ചെറിയ ബോക്സ് കിട്ടും. നമുക്കൊരു അതിനൊരു 4-5 എണ്ണം എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് കൈ വെച്ച് തന്നെ ഒന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ തൂക്കി കൊടുക്കുക. നമ്മളിത് കത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് കത്താൻ വേണ്ടിയിട്ടും പിന്നെ നല്ലൊരു സ്മെല്ലുമാണ് കർപ്പൂരത്തിൻ്റെ. അത് കൊതുകിനൊന്നും ഇഷ്ടപ്പെടുന്ന സ്മെല്ലല്ല, പക്ഷേ നമുക്കത് ശ്വസിക്കുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്മെല്ലും അല്ല. അപ്പോൾ ഈ കാപ്പിപ്പൊടിയും ഈ കർപ്പൂരവും കൂടിയിട്ട് ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ഇത് ഇങ്ങനെ കത്തിക്കുകയാണ്. അപ്പോൾ കത്തിച്ചിട്ട് അത് കെട്ട് കഴിയുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ പുകഞ്ഞ് പുക വരാൻ തുടങ്ങും. അതോടൊപ്പം വീട് ഫുള്ളും നല്ല കാപ്പിപ്പൊടിയുടെയും ഈ കർപ്പൂരത്തിൻ്റെയും കൂടെയുള്ള സ്മെല്ലാവും. അപ്പോൾ സന്ധ്യാസമയത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കൊതുകുകളൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റും. ആദ്യം ഒന്ന് ഡോറൊക്കെ ഒന്ന് അടച്ചതിന് ശേഷം ഇങ്ങനെ പുകയ്ക്കുക, എന്നിട്ടൊന്ന് ജസ്റ്റ് തുറന്നിടുക. അപ്പോൾ എല്ലാ കൊതുകുകളും വീട്ടിൽ നിന്ന് പോവും. പിന്നെ എല്ലാം ഡോറും ക്ലോസ് ചെയ്യുക. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ടും അന്തരീക്ഷത്തിൽ ഫുള്ളൊരു ഈർപ്പുള്ള സമയമായതുകൊണ്ടും ചില സമയത്ത് കോഫി പൗഡറിലൊക്കെ ഒരു ഈർപ്പുണ്ടെങ്കിലൊക്കെ കത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ കർപ്പൂരം ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് കത്തിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും അത് കത്തും. പിന്നെ എരിഞ്ഞിട്ട് ആ പുക ഫുള്ളും വീട്ടിൽ നിറയും. കോഫി പൗഡറിൻ്റെയും കർപ്പൂരത്തിൻ്റെയും ആ സ്മെല്ല് കൊതുകുകൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്ന സ്മെല്ലല്ല. കൊതുകുകളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പോകും. നമുക്ക് ഇത് ശ്വസിക്കുന്നതുകൊണ്ട് ഒരു ദോഷവും ഇല്ല. അപ്പോൾ സന്ധ്യാസമയത്ത് കോഫി പൗഡറും ഈ കർപ്പൂരം വെച്ചിട്ടുള്ള ഈ ഒരു ഐഡിയ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കോഫി പൗഡർ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനമാണ്. അതുപോലെ തന്നെ കർപ്പൂരം ഒട്ടും വിലയില്ലാത്ത ഒരു സംഭവമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടുള്ള ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.